വയനാട്ടിലെ തുരങ്കപാതയിലൂടെയുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കാലം അതിവിദൂരമല്ല. ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി. അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത് ഉപാധികളോടെ. പദ്ധതിക്ക് ജൂലൈയിൽ മുഖ്യമന്ത്രി തറക്കല്ലിടും. അനിവാര്യ ഘട്ടത്തിൽ RSSുമായി CPIM ചേർന്നിട്ടുണ്ട് എന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി MV ഗോവിന്ദൻ മാസ്റ്റർ. RSSുമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല, പറഞ്ഞത് വളച്ചൊടിച്ചുവെന്നും ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും ഗോവിന്ദൻ മാസ്റ്റർ. CPIM RSS ബന്ധം എല്ലാ കാലത്തുമുണ്ടെന്ന് VD സതീശൻ. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധമെന്ന് സണ്ണി ജോസഫ്. നിലമ്പൂരിലും BJP CPIM ബന്ധമെന്ന് അടൂർ പ്രകാശ്. നിലമ്പൂർ നാളെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാനവട്ട വോട്ടുറപ്പിച്ച സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. മണ്ഡലത്തിൽ കനത്ത സുരക്ഷ. പെട്രോൾ പമ്പിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം. ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി. പമ്പിലെ ശുചിമുറി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് നിർദ്ദേശം. ഉത്തരവ് പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ ഹർജിയിൽ. കണ്ണൂർ നഗരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. ഇന്ന് 16 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. 2 ദിവസമായി നഗരത്തിൽ കടിയേറ്റത് 70ഓളം പേർക്ക്. ആലപ്പുഴ, അമ്പലപ്പുഴയിലും പാലക്കാട്ടും തെരുവുനായ ആക്രമണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂർ കൊട്ടിലയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. കാസർഗോഡ് ചെറുവത്തൂരിൽ മലയിടിഞ്ഞ് വീടുകളിലേക്ക് കല്ലുകൾ വീണു. കണ്ണൂർ കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കടലാക്രമണം രൂക്ഷമായതോടെ കണ്ണമാലിയിൽ റോഡ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. മിൽമയുടെ വ്യാജന് 1 കോടി രൂപ പിഴയിട്ട് കോടതി. നടപടി മിൽന എന്ന സ്വകാര്യ ഡയറിക്കെതിരെ. പ്രിൻസിപ്പൽ കമേഴ്സ്യൽ കോടതി ഉത്തരവ്. സമാന ഡിസൈൻ അനുകരിച്ച് പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്ന മിൽമയുടെ പരാതിയിൽ. കപ്പൽ മുങ്ങിയതിൽ MSC കപ്പൽ കമ്പനിക്ക് വീണ്ടും തിരിച്ചടി. MSCയുടെ പോളോ എന്ന കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. 75 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് കോടതി. ഉത്തരവ് കൊല്ലത്തെ കശുവണ്ടി കമ്പനിയുടെ ഹർജിയിൽ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് തക്ക മറുപടി നൽകിയെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി. ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചത് പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ എവിടെയാണുള്ളതെന്ന് തനിക്കറിയാമെന്ന ഡൊണാൾഡ് ട്രംപ്. ഖൊമേനിയെ ഇപ്പോൾ വധിക്കില്ല എന്നും ട്രംപിന്റെ സന്ദേശം. ഇറാൻ കീഴടങ്ങില്ല എന്ന് ഖൊമേനി. ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടർന്ന് ഇസ്രയേലും ഇറാനും. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. തീരുമാനം G7 ഉച്ചകോടിക്കിടെ നടന്ന നരേന്ദ്രമോദി മാർക്ക് കാർണി ചർച്ചയിൽ. ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയത് കഴിഞ്ഞ വർഷം.